ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ഗ്രീൻ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും മുരിങ്ങയില വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി മുരിങ്ങയിലയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ എത്രത്തോളം നമ്മൾ റൈസ് എടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ മുരിങ്ങയില എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത്രയും റൈസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ മുരിങ്ങയില എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുളക് എടുക്കാം കേട്ടോ. എനിക്കിവിടെ നമ്മൾ കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനൊരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഒരു പാൻ വെച്ച് ഇത് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം എന്നൊക്കെ പറയുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് മുരിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുരിങ്ങ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഈ മുരിങ്ങയില ഒന്ന് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പം എന്താ, നമ്മുടെ മുരിങ്ങയിലൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ വഴറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇതിൻ്റെ ആ ഒരു നമ്മൾ പച്ചയ്ക്ക് അരച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഇവിടെ പിടിക്കത്തില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ചൊവയൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് എടുക്കണം. അപ്പം നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണമെന്ന് ഞാൻ പാനിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇത് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണല്ലോ അരയ്ക്കുക. അപ്പോൾ ആ വെള്ളം ഒന്ന് പോകുന്നത് വരെ നമ്മളൊന്ന് ഇത് ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പച്ച കളറ് എല്ലാ സ്ഥലത്തേക്ക് ആവുന്നത് പോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പിൽ. അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഞാനിവിടെ കറി കൂട്ടി കഴിക്കുന്നതുകൊണ്ട് അധികം ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി കറി കൂട്ടാതെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ ഫ്രൈയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു ടീസ്പൂൺ അളവിലാണ് കേട്ടോ. നെയ്യ് തൂത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഗ്രീൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂട് പോയതിന് ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഗ്രീൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഓക്കെ.